ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോളജ് സാഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ടോപ്പിക്കിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം ഇനി റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേറെ പോയി തപ്പേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ് മാത്രം കണ്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പം തുടങ്ങാം അല്ലേ? 2026 എത്രാമത്തെ റിപ്പബ്ലിക് ദിനായിരുന്നു? 77ാമത്തെ റിപ്പബ്ലിക് ദിനായിരുന്നു. വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ ഡൽഹിയിലെ കർത്തവ്യപഥിന്റെ ആദ്യത്തെ പേര് രാജ്പഥ് എന്നായിരുന്നു. തീം എന്തായിരുന്നു? 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ തീം വന്ദേ മാതരം 150 വർഷങ്ങൾ എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായ ഗാനത്തിന് 150 വയസ്സ് തികയുന്നതിനെ ആഘോഷിക്കുന്നതാണ്. അപ്പൊ തീം എന്താന്ന് വെച്ചാൽ വന്ദേ മാതരം 150 വർഷങ്ങൾ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം. മുഖ്യ അതിഥികൾ ആരൊക്കെയായിരുന്നു? യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ വന്ന 2 ആൾക്കാരുണ്ടായിരുന്നു. ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. ആരാണ്? ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. അടുത്ത ആള് ആന്റോണിയോ കോസ്റ്റ. അതാ എന്തിണ്ടായിരുന്നു? ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ 2 വ്യക്തികളാണ്, ഉർസുല വോൺ ഡെർ ലെയണും ആന്റോണിയോ കോസ്റ്റയും. ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ളതാണ്. കഴിഞ്ഞ വർഷത്തിലെ ഇന്തോനേഷ്യന്റെ പ്രസിഡന്റായ പ്രഭാവ സുബിയാന്ത ആയിരുന്നു. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ചോദ്യം വരാം. അപ്പം നല്ലപോലെ ഉറപ്പിച്ച് പഠിച്ചിട്ട് പോവാം. കിട്ടിയില്ലേ അതിഥികളെ? അടുത്തത് റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യത്തെ ഏറ്റവും വലിയ അർദ്ധസൈനിക സേനയായ CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന ആദ്യ വനിത. അതാണ് കേട്ടോ, ആദ്യ വനിത. പുരുഷ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ആദ്യ വനിത സിമ്രാൻ ബാല. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലാണ്. അപ്പൊ സിമ്രാൻ ബാലന്റെ സ്വദേശം എവിടെയാണ്? ജമ്മു കാശ്മീരിലെ രജൌരി ജില്ല. ഓർത്ത് വെക്കണം, CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന ആദ്യ വനിത. കിട്ടിയില്ലേ? അടുത്തത് വീർഗാഥ 5.0. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരത, ത്യാഗം, പൈതൃകം എന്നിവ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം മൈ ഗവൺമെന്റ് വഴി നടപ്പിലാക്കുന്ന ഒരു ദേശീയതല മത്സരമാണ് വീർഗാഥ 5.0. അപ്പൊ എന്താണ്? ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരത, ത്യാഗം, പൈതൃകം എന്നിവ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീർഗാഥ 5.0. അടുത്തത് റിപ്പബ്ലിക് ദിന പരേഡ് പുരസ്കാരങ്ങൾ കേട്ടോ. പരേഡിലെ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ്? മികച്ച മാർച്ചിങ് സംഘത്തില് സായുധ സേനകളിൽ മികച്ചത് ഇന്ത്യൻ നേവിയാണ് സായുധ സേനകളിൽ മികച്ചത്. അർദ്ധസൈനിക മറ്റ് സേനകളിൽ മികച്ചത് ഡൽഹി പോലീസും. അപ്പൊ മാർച്ചിങ് സംഘത്തില് സായുധ സേനകളിൽ ഇന്ത്യൻ നേവിയും അർദ്ധസൈനിക മറ്റ് സേനകളിലാണെങ്കിൽ ഡൽഹി പോലീസുമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മികച്ച നിശ്ചല ദൃശ്യങ്ങൾ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര. അതിന്റെ പ്രമേയം എന്തായിരുന്നു? ഗണേശോത്സവം ആത്മനിർഭർ ഭാരതയുടെ പ്രതീകം. ഇതായിരുന്നു ഒന്നാം സ്ഥാനം കിട്ടിയ മഹാരാഷ്ട്രന്റെ പ്രമേയം. അടുത്തത് 2ാം സ്ഥാനം ജമ്മു കാശ്മീരിലെ ഓരോ പ്രമേയം എന്താണ്? കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളുമാണ്. അപ്പൊ 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം ജമ്മു കാശ്മീർ. പ്രമേയം ഓർത്ത് വെക്കണം. അടുത്തത് 3ാം സ്ഥാനം നമ്മളെ കേരളത്തിനാണ്. നമുക്ക് അഭിമാനിക്കാം അല്ലേ? അപ്പൊ 3ാം സ്ഥാനം കേരളത്തിനാണ്. കേരളത്തിന്റെ പ്രമേയം എന്താണ്? വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ ഭാരതത്തിനായി ആത്മനിർഭർ കേരളം. അപ്പൊ എന്താണ് കേരളത്തിന്റെ പ്രമേയം? വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ ഭാരതത്തിനായി ആത്മനിർഭർ കേരളവും. പ്രത്യേകത എന്താണ്? 12 വർഷത്തിന് ശേഷമാണ്
നമ്മുടെ കേരളത്തിന് ഈ മെഡൽ പട്ടികയിൽ ഇടം നേടുന്നത് 12 വർഷത്തിന് ശേഷമാണ് കേരളത്തിന് ഇത് നേടുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? IRPRD സ്പെഷ്യൽ സെക്രട്ടറിയും ഡയറക്ടറുമായ ടി വി സുഭാഷ് ആണ് നേതൃത്വം നൽകിയത്. എന്നാൽ സംഗീതം കൊടുത്തത് ആരാണ്? പ്രശസ്ത സംഗീത സംവിധായക മോഹൻ സിത്താരയാണ് സംഗീത സംവിധായകൻ. ഇനി ഗായകൻ KA സുനിലാണ് ഗായകൻ. 16ഓളം കലാകാരന്മാരാണ് എന്ത് നിശ്ചല ദൃശ്യത്തിൽ അണിനിരന്നത്. അപ്പം കേരളത്തിന് അഭിമാനിക്കാനുള്ളത് 12 വർഷത്തിന് ശേഷമാണ് എന്ത് മെഡൽ പട്ടികയിൽ ഇടം നേടിയത്. ഒന്നാമത് ആർക്കായിരുന്നു? മഹാരാഷ്ട്ര, രണ്ടാമത് ജമ്മു കാശ്മീർ, മൂന്നാമത് നമ്മുടെ കേരളം. കിട്ടിയില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് വെക്കുക. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ട് പത്മ അവാർഡ്സ്, അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞാണ്ട് കമന്റ് ഇടുക. പിന്നെ വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. PSC പഠിക്കണ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.